കൊടും ചൂടിൽ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല, അല്ലേ? കാരണം ഈ പൊള്ളുന്ന ചൂടിൽ അകത്തിരിക്കാനും പുറത്തിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും കുറച്ച് ഉൽപ്പന്നങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് KCB ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. നമുക്കെന്തായാലും ആ ലിസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഒന്നാമതായി KCB പറയുന്നത് പമ്പ് സെറ്റ്, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, ഇസ്തിരി, വാഷിംഗ് മെഷീൻ, AC, ഇലക്ട്രിസിറ്റി വെഹിക്കിൾ ചാർജിംഗ് വൈകുന്നേരം 6-നും 11-നും ഇടയിൽ സഹകരിക്കണം, അഭ്യർത്ഥിച്ച് KCB. കണ്ടില്ലേ, ഇതാണ് KCB പുറത്തിറക്കിയ ലിസ്റ്റ്. ഇതിൽ ഇലക്ട്രിസിറ്റി വെഹിക്കിളും ഇൻഡക്ഷൻ കുക്കറും ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇലക്ട്രിസിറ്റി വെഹിക്കിളിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ധനക്ഷാമം വളരെയധികം കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. മാത്രമല്ല ഇന്ധനത്തിനൊക്കെ വളരെയധികം വിലക്കയറ്റവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇന്ന് ഇലക്ട്രിസിറ്റി വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉപയോഗവും പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇൻഡക്ഷൻ കുക്കറിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗ്യാസിന് വളരെയധികം ക്ഷാമമുണ്ട്. മാത്രമല്ല ഗ്യാസിനൊക്കെ വൻ വിലക്കയറ്റവുമാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിലും ഫുഡിനൊക്കെ വളരെയധികം റേറ്റ് ആണ് അവർ ഈടാക്കുന്നത്. പിന്നെ സാധാരണക്കാരെല്ലാം ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് ചാടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസിന്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അതിലും നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ അതും നടപടിയാകുന്ന കേസല്ല. കൂടാതെ KCB പറഞ്ഞൊരു ടൈമാണ് 6 മണി തൊട്ട് 11 മണി വരെ കറണ്ടിന്റെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന്. അതും നടപടിയാകുന്ന ഒരു കേസല്ല. കാരണം ഒരു വിദ്യാർത്ഥി അവരുടെ പഠനം കഴിഞ്ഞോ, കൂടാതെ ഒരു വ്യക്തി അവരുടെ ജോലി കഴിഞ്ഞോ കുടുംബാംഗങ്ങളുമായി സമയം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ഈ 6 തൊട്ട് 11 മണി വരെ. ആ ടൈമിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയുക? നിങ്ങളൊന്ന് പറയൂ. എന്തായാലും പവർ കട്ടിന്റെ പ്രശ്നം കാരണം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. നമുക്ക് അതിന്റെ വീഡിയോയും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. KCB തൊടുപുഴ സെക്ഷൻ ഓഫീസിലേക്ക് തലയിണയും പായുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ. അകത്തിരുന്നാൽ ഉരുകിച്ചകും, പുറത്തിറങ്ങിയാൽ പാമ്പ് കൊത്തും. അതുകൊണ്ട് തന്നെ അകത്തിരിക്കാനും പുറത്തിരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ പിറന്ന മനുഷ്യരുടെ ജീവിതം. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.